Abundant than ever. Here's how they harvest and process millions of mangoes. For over 400 million years, sharks have ruled the oceans, surviving every upheaval on Earth. They are the ultimate hunting machines, boasting incredible speed, immense bite force, and senses far superior to any other vertebrate. From tropical waters to icy seas, sharks are everywhere, playing a crucial role in the marine ecosystem. Green agriculture technology, the fierce encounter with sharks in the deep ocean. Sharks appear across all oceans, from coastal waters to the deep sea, playing a crucial role in marine ecosystems. With the increasing demand in the seafood industry, sharks remain a key focus in fisheries. However, how can we balance market demand with sustainable marine resource management? Shark fishing has been practiced since ancient times and is now strictly regulated to ensure sustainability. From traditional fishing methods, Prefiero me quedo con la con വള്ളം കിടന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു നല്ല കിടലിനൊരു സ്ക്വിഡ് കറി വെക്കാൻ പോയിരുന്നു. പക്ഷെ മീൻ ഇറക്കണ തിരക്കും അതുപോലെ തന്നെ നല്ല വലിയൊരു കൊമ്പൻ സ്രാവിനെ കിട്ടിയതിൻ്റെ പേരിൽ അതിൻ്റെ പുറകെയായി പോയിട്ട് നമ്മൾ മഞ്ഞപ്പൊടിയും ഇഞ്ചി ചതച്ചതും അതുപോലെ കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ട് നമ്മുടെ സ്ക്വിഡ് ജെയിൻ സ്ക്വിഡ് എന്ന് വേണമെങ്കിൽ പറയാട്ടോ, ഡീപ് സീ കിട്ടുന്നതിൻ്റെ പേരിൽ അതിവിടെ അടുപ്പത്ത് വെച്ച് വേവുള്ള സാധനം അതിൻ്റെ പേരിൽ കുറച്ച് നേരം അടുപ്പത്തിരിക്കട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചിട്ട്. കാരണം അധികം വെന്ത് പോരുത്, അധികം വെന്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചൗ പോലെ ആയി പോകട്ടെ. നമ്മുടെ ഈ ബോട്ട് ചില സമയങ്ങളിൽ കൊച്ചിയിൽ കയറാറുണ്ട്, തോപ്പുംപടിയിൽ 2-3 ബോട്ടുകൾ ഒരുമിച്ച് കയറുന്നതിൻ്റെ പേരിൽ നാട്ടിൽ നിന്നാണ് ഇവർ റേഷൻ കൊണ്ടുപോകുന്നത്. അതായത് തൂത്തുക്കുടിയിൽ നിന്നാണ് ഇവർ റേഷൻ കൊണ്ടുപോകുന്നത്. സവാളയൊക്കെ ഇവരുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്യാറുണ്ടെന്നാണ് നമ്മുടെ ബോട്ടിൽ തന്നെ ഒരു സുഹൃത്ത് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും അതിൽ കാണാനുണ്ട്. കാരണം വിഷമൊന്നും ഇല്ലാത്തതിനില്ലേ, നല്ല പക്കയാണ്. പിന്നെ മസാല പാക്കറ്റ് ചെറിയ ചെറിയ പാക്കറ്റുകൾ 10-ൻ്റെയാണ് ഇവർ കൂടുതലും വാങ്ങുന്നത്. ഫസ്റ്റ് ടൈം നമുക്ക് ജെയിൻ സ്ക്വിഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കറി വെച്ചിരുന്നു. പക്ഷേ അത് കുക്കറിൽ അടിക്കാത്തതിൻ്റെ പേരിൽ അത് മര്യാദക്ക് അങ്ങോട്ട് വെന്തില്ല കേട്ടോ. പക്ഷേ ഇത് കുക്കറിലൊക്കെ അടിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളം കുറച്ച് കൂടുതലുണ്ട്. നിലവിൽ ഇപ്പം എന്നെയും കൂട്ടി 11 പേരാണ് ഈ ബോട്ടിനകത്തുള്ളത്. അപ്പോൾ 11 പേർക്ക് ഇത് തികയോ ഇല്ല എന്നുള്ളത് ഡൗട്ടാണ്. അതുകൊണ്ടാണ് ചെറിയ ചെറിയ പീസുകളായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കേട്ടോ. നേരെ വേറൊരു പാത്രത്തിലേക്ക് വേവിച്ച് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നേരെ പോയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. റോസ്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഗ്രേവി ടൈപ്പാണ് നമ്മൾ എടുക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും കാണില്ല, എത്തില്ല. അതിൻ്റെ പേരിൽ കുറച്ച് ഗ്രേവി ടൈപ്പാണ് എടുക്കണം. ഇത് കണ്ട നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. നമ്മിങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ ഉടഞ്ഞു പോകണണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ റബ്ബർ പോലെ ഇങ്ങനെ ഇരിക്കും. അധികമായിട്ട് വെന്ത് ഓവറായിട്ട് കുക്കായി പോയി കഴിഞ്ഞാലും റബ്ബർ പോലെ ഇരിക്കട്ടെ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കരയിലേക്ക് ഓടോട്ടെ.
കരയിലേക്ക് ഓടാനായിട്ട് കരത്താനായിട്ട് വേണം 4 ദിവസം രാവും പകലില്ലാണ്ട് ഓടണോട്ടാ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. അപ്പോൾ അതേ ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണം സവാള, വറ്റൽമുളക്, അതുപോലെ തക്കാളി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. നമ്മുടെ ഈ ബോട്ടിനകത്ത് എന്ത് വെച്ച് കഴിഞ്ഞാലും സാധാ മുളകിനേലും കൂടുതലായിട്ട് ഉപയോഗിക്കണം വറ്റൽമുളകാണ്. രമേശൻ കൈവിടാണ്ട് സവാളയൊക്കെ ഇരുന്ന് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കിച്ചണാണ്ട് ഇത് ചെറുതാണ്, വളരെ ചെറുതാണ്. ആ ഒരു ചെറിയ സ്പേസിലിരുന്നാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. കടലിൽ ചൂടുണ്ടാവുമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവട്ടെ. നമ്മുടെ നാട്ടിൽ നിൽക്കാൻ നേരത്ത് ഇപ്പോൾ ചൂട് രക്ഷയില്ല. കടലിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചൂട് വലുതായിട്ട് അറിയില്ല. അതേസമയം കാറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വെള്ളം ചൂടായിട്ട് അതിൻ്റെ നീരാവിയും അതുപോലെ കാറ്റില്ലാത്ത ഒരു ബുദ്ധിമുട്ടും കൂടിയും വരുമ്പോൾ നമുക്ക് നിൽക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ സവാള എല്ലാം വഴറ്റിയിട്ട് അതിനകത്തേക്ക് കുരുമുളക് പൊടിയാണ് കൂടുതൽ ഇട്ടേക്കുന്നത്. കുരുമുളക് പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. മുൻ പറഞ്ഞ പോലെ ഒരുപാട് പാക്കറ്റ് മസാലകളാണ് നമ്മുടെ ഈ ബോട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളംബോ മസാലയും പിന്നെ നമ്മുടെ മല്ലിപ്പൊടിയുമാണ്. അങ്ങനെ ഇടാൻ നേരമായപ്പോഴേക്കും മുമ്പിൽ നിന്ന് ഒരു ഒച്ച അണ്ണാവാന്നും പറഞ്ഞ് പോയി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് ഒരു 3-4 ഡോൾഫിൻ നമ്മുടെ ബോട്ടിൻ്റെ മുമ്പിൽ കിടന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചുകൊണ്ടിരിക്കേണ്ടത്. നമ്മുടെ ബോട്ടാണെന്നുണ്ടെങ്കിൽ അവസാനത്തെ വലെടുക്കാനായിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ഭംഗിയാണെന്നറിയും നമ്മുടെ ഈ തെളിഞ്ഞ കടലിനകത്ത് ഇതുപോലെ ഡോൾഫിൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീന്തണം കാണാനായിട്ട്. ആരെങ്കിലും ഇപ്പോൾ മുമ്പിൽ നോക്കി നിൽക്കാനാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇവന്മാർ ഒരുപാട് നേരം നമ്മുടെ ബോട്ടിന് മുമ്പിൽ ഉണ്ടാവട്ടെ. അടുക്കളയിലേക്ക് ചെന്നപ്പോഴേക്കും നമ്മുടെ കൂന്തലേറി ഏകദേശം 90% സെറ്റായിട്ടാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് പിന്നെ പൊടികളിട്ട് പിന്നെ നമ്മുടെ സ്ക്വിഡ് ഇട്ടിട്ട് ഓരോ സ്ഥലങ്ങളിലും ഓരോ രീതിയിലാണ് ഭക്ഷണം വെക്കുന്നത്. ഇവരുടെ കൂടെ ഞാൻ 30 ദിവസം കിടന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫുഡാണ് ഇവർ വെച്ചത്. പക്ഷെ അതെല്ലാവർക്കും കഴിക്കാനായിട്ട് പറ്റില്ലെന്നുള്ളതാണ് വേറൊരു കാര്യം. ഇവരുടെ ആ ഒരു സ്റ്റൈലും ഇവരുടെ ആ ഒരു മസാലക്കൂട്ടൊന്നും പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പക്ഷെ എന്തോ നല്ലൊരു ഫുഡായിട്ടാണ് എനിക്ക് എല്ലാവരും തോന്നിയിട്ട്. എല്ലാം വെറൈറ്റി സാധനങ്ങൾ. അങ്ങനെ നമ്മുടെ ജെയിൻ സ്ക്വിഡ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കി നല്ല അടിപൊളി ഗ്രേവി ടൈപ്പാണ് പുള്ളിക്കാരൻ ഉണ്ടാക്കിയാണ്. വറ്റൽമുളകും സവാളയൊക്കെ ഇട്ട് സൂപ്പറാക്കിയിട്ടുണ്ട്. എല്ലാ കൂട്ടത്തിലും കാണുമല്ലേ കറി വേണതിന് മുമ്പേ കൈയിട്ട് വാരണ ഒരുത്തൻ്റെ ഈ കൂട്ടത്തിലുണ്ട്. അതുപോലെ തന്നെ ആദ്യം തന്നെ നമ്മുടെ ജാക്സൺ സ്രാങ് കണ്ടുവന്നത് പുള്ളിക്കാരൻ്റെ ചോറും അതുപോലെ കൂന്തലേറിയൊക്കെ എടുത്തുകൊണ്ടിരിക്കേണ്ട. പുള്ളിയും ഇതുപോലെ തന്നെ കിച്ചൺ പണിക്കാരനായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എഞ്ചിൻ സൈഡിലെ വർക്കെല്ലാം നോക്കി ഒരുപാട് സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറിയാണ്ട് നമ്മൾ സ്രാങ്ക് എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് തന്നെ, അതായത് നമ്മുടെ ബോട്ടിൻ്റെ ഒരു ക്യാപ്റ്റൻ എന്ന് വേണമെങ്കിൽ പറയാം. സ്രാങ്കിന് ഒരുപാട് ചുമതലകളുണ്ട്. അതുപോലെ കിട്ടുന്ന വരുമാനത്തിൽ ഒരു പങ്ക് കൂടുതലായിരിക്കും സ്രാങ്കിന് കിട്ടുന്നത്. ട്രോളിംഗ് ബോട്ടുകളിലൊക്കെ വല ഇട്ട് കഴിഞ്ഞാൽ വല പിടിക്കണ ഒരു റെസ്റ്റ് ആയിരിക്കുള്ളൂ. പക്ഷെ ഇതിലങ്ങനെയല്ല കേട്ടോ. ഒരു സെറ്റ് വല എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു അപ്പുറത്തെ ആളുകൾ വരും കേട്ടോ. നൻപനും ടീമെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കൂടെ ഞാനും ഫുഡ് കഴിക്കേണ്ട. എന്തായാലും അടിപൊളി കൂന്തൽ കേട്ടോ, ഒരു രക്ഷയില്ല. പിന്നെ കുറച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചാർന്ന് വരുവാ. ദൈവം തമ്പുരാൻ കുരിശോമെന്നും തന്നെ പോലെ ഒരു അണ്ടർ റേറ്റഡ് മീൻ എന്ന് വേണമെങ്കിൽ പറയാം. നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനുണ്ട്. അപ്പോൾ ഇത് കല്യാണത്തലേന്നൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കില്ല സൂപ്പറാണ്. കൂടുതൽ ആളുകൾ കേര ചൂരയൊക്കെയാണ് ചൂസ് ചെയ്യാറ്. പക്ഷേ ഈ മീനിൻ്റെ ടേസ്റ്റ് അത് കഴിച്ചവർക്ക് മനസ്സിലാവട്ടെ. നല്ല അടിപൊളി മീനാണ് നമ്മുടെ ഓലക്കൊടിയൻ അല്ലെങ്കിൽ സെയിൽ ഫിഷ് എന്ന് പറയട്ടെ. ഇന്നത്തെ ദിവസം നമുക്ക് വലയെ കിട്ടിയ ഒട്ടുമിക്ക മീനുകളാണെങ്കിലും അത്യാവശ്യം വിലയുള്ള മീനുകളുണ്ട്. എല്ലാം വലിയ മീനുകളാണ്. കിട്ടിയ മീനുകൾ പലതും നമ്മൾ സ്റ്റോർ റൂമിലേക്ക് ഇറക്കിയെങ്കിലും കുറച്ച് മീനുകൾ കൂടി ഉണ്ടായിരുന്നു. അതിനെയും പൊക്കിയത് അടിയിലേക്ക് ഇറക്കേണ്ടത്. അപ്പോൾ അത് ഇതുപോലെ കപ്പിയിൽ കൊളുത്തിയിട്ട് വലിയ മീൻ ഇങ്ങനെ വലിച്ച് പൊക്കേണ്ട നമ്മൾ സ്റ്റോർ റൂമിൻ്റെ ഉള്ളിലേക്ക് ഇറക്കണത്. അത് എത്ര വലിയ മീനാണെന്നുണ്ടെങ്കിലും ഇങ്ങനെയാണ് നമ്മൾ ഇറക്കണത്. കട്ട് ചെയ്യൊന്നുമില്ല കേട്ടോ. നമുക്ക് വലിയൊരു 200 കിലോൻ്റെ സ്രാവിന് കിട്ടിയ വീഡിയോ നിങ്ങൾ മുന്നത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും. അതിനെ ഇറക്കണത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എത്ര വലിയ മീനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റോർ റൂമിലേക്ക് ഇതുപോലെ കപ്പിയിൽ ഉള്ളിലേക്ക് ഇറക്കണം. സ്റ്റോറിൽ 3-4 പേരുണ്ടാവും. അതിനെ വലിച്ച് ഐസൊക്കെ ചെയ്ത് നല്ല പക്കയാക്കി ഫ്രീസ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ എപ്പിസോഡ് ഏകദേശം ഒരു 7 മിനിറ്റ് എടുത്തേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ബാലൻസ് ആണിത്. അടുത്തൊരു ഗില്ലറ്റ് എപ്പിസോഡും കൂടി വരാൻ കിടക്കുന്നുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ലാസ്റ്റ് സെറ്റ് വലയാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ലാസ്റ്റ് സെറ്റ് വലയാണ് ഇപ്പോൾ I walk till 4 o'clock like a sipping messy dog. My boss was working so the bug I'm just out.
200 കിലോ ഭാരം സ്റ്റോർ റൂമിലേക്ക് ഇറക്കാൻ പെടുന്ന പാടി കാണുന്നത്. ഇതിന്റെ I പല got multiple suspects in custody at H. Yeah, back up. Yes, I've been calling for backup. Oh, I haven't heard nothing. Bro. What's the location, cop? ഹേ നമസ്കാരം. ഒരുപാട് ഡോൾഫിൻ കുട്ടന്മാരെ നമ്മൾ വലയിടാൻ പോകുമ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ മുമ്പിലൊന്ന് കളിച്ചുകൊണ്ടിരിക്കേണ്ട. വെൽക്കം ടു ഗിൽനെറ്റ് ബോട്ട് ഫിഷിംഗ് ഡേ 9. ഇന്നത്തേക്ക് നമ്മൾ കടലിലേക്ക് വന്നിട്ട് 22 ദിവസമായിട്ടാണ്. കൂടിപ്പോയി കഴിഞ്ഞാൽ ഇനി 2 ദിവസം കൂടി നമ്മൾ പണിയെടുക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നേരെ നാട്ടിലേക്ക് പോകട്ടെ. അതായത് ഏകദേശം 4 ദിവസത്തോളം വേണം നാട്ടിലെത്താനായിട്ട്. രാവും പകലുമില്ലാണ്ട് നിർത്താണ്ട് ഓടിച്ചാൽ Yeah, but most suspects are logging out on me that we're in custody. Y'all still come because I was attacked as well. So units in a row. Simple. Well, I'm getting towards the back of the team. Let's measure it out. ഏകദേശം ഒരു 5 മണിയായപ്പോഴേക്കും നമ്മൾ നേരെ വല കടലിലേക്ക് തട്ടിയേട്ടാ. ഏകദേശം ഒരു 5:30-6 മണിയോളമായിട്ടാണ് ഞങ്ങൾ വലയിടുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വെയിലൊന്നും ഉണ്ടായില്ലട്ടാ. പടിഞ്ഞാറ് മഴക്കാരുള്ളതിൻ്റെ പേരിൽ ചെറിയ രീതിയിൽ ഇങ്ങനെ മഴവില്ലിങ്ങനെ ഫോമായി വന്നിട്ടുണ്ട്. നോക്കി ഇന്നത്തെ ഈ വീഡിയോനകത്ത് ഒരുപാട് വലിയ മീനെ നമുക്ക് കിട്ടിയേട്ടാ. അതിൽ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്ട് ഫിൻ മാക്കോ ഷാർക്കട്ട ഏകദേശം 200 കിലോളം ഉണ്ടായി ഭാരം. വലിയ മീനുകൾ ഐസ് ചെയ്യാൻ നേരത്ത് വയറ് കീറി കുടലെല്ലാം കളഞ്ഞ് അതിൻ്റെ ഉള്ളിലാണ് ഐസ് ഇടുന്നത്. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് കാണിച്ചിട്ടില്ല. ഇന്നത്തെ വീഡിയോയിൽ അതെല്ലാം നമുക്ക് കാണാം. നമുക്ക് ഒരുമിച്ചൊരു കടൽ യാത്ര പോവാം. പടിഞ്ഞാറ് മഴയുണ്ടെന്ന് പറയില്ല. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടാ. നല്ല രീതിയിൽ ഇരുണ്ട്. നമുക്കും ചിലപ്പോൾ മഴ കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട് കേട്ടോ. നിലവിൽ നമ്മൾ വലയിടുന്ന സ്ഥലത്ത് 1-2 ഞോട്ടിക്കൽ മാറി വേറെയും കൂട്ടബോട്ടുകൾ ഉണ്ട് കേട്ടോ. വലയിടുന്ന കാര്യമെല്ലാം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാത്ത നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് 10-11 മണിയോടെ നമ്മൾ ഫുള്ള് വലയിട്ട് കഴിഞ്ഞിട്ടാ. മഴ ഭാഗ്യത്തിന് നമുക്ക് കിട്ടിയില്ല. ബോട്ടിൻ്റെ പുറത്ത് ഞാൻ കിടക്കിയിരുന്നു. അപ്പോഴാണ് ഈ ഒരു കാഴ്ച ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങളെയും ഒന്ന് കാണിക്കണം. നോക്കി നല്ല തെളിഞ്ഞ ആകാശവും പൂർണ്ണചന്ദ്രനും അതിൻ്റെ ആ ഒരു വെട്ടം ഇങ്ങനെ വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്ത് എന്താ പറയുക, ആ ഒരു കടലിൻ്റെ ഓളപ്പരപ്പുകളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. ഫുൾ സൈലൻ്റ് ആണ്. അങ്ങനെ ഒരു 2 മണിയായപ്പോഴേക്കും ഞങ്ങൾ വല പിടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. ആദ്യത്തെ സെറ്റ് കട്ടാപ്പെടുത്തപ്പോൾ തന്നെ അങ്ങ് ദൂരെ നിന്ന് മീൻ പിടക്കണ പോലെ തോന്നി. അതെ, മീൻ തന്നെയാണ് പിടച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്തോ ഒരു വലിയ മീൻ വലയിൽ കുടുങ്ങിയിട്ടുണ്ട്. അത് കിടന്നിങ്ങനെ പിടച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് മീനാണെന്ന് അറിയില്ല. അത് അടുത്ത് വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ മീൻ തന്നെ ഉണ്ട്. ഇതാണ് നമ്മുടെ കട്ടക്കൊമ്പൻ ട്ടാ. നമ്മുടെ ബ്ലാക്ക് മാർലിൻ എന്ന് പറയും. ഇതങ്ങനെ ജീവനോടെ തന്നെ വളരെ അപൂർവങ്ങളിൽ അപൂർവം മാത്രം ഉണ്ടാകും. ഇതിപ്പോൾ കുടുങ്ങിയിട്ടുള്ളൂ കേട്ടോ. ഫ്രഷാണ്. ഇതുപോലെയാണ് ഉടക്കുവലയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗിൽനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡീപ് സീൽ പറഞ്ഞതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ വലിയ വലിയ മീനുകൾ ഉണ്ടാവുന്നത് ഡീപ് സീലുണ്ടാവും. അങ്ങനെ ആൽബർട്ട് ഇതേ കടലിലേക്ക് ഇറങ്ങിയിട്ടാ. ജീവനുള്ളതിൻ്റെ പേരിൽ നമുക്ക് പൊക്കിയെടുക്കാനായിട്ട് പറ്റത്തില്ല. എങ്ങാനും പിടച്ചു കഴിഞ്ഞാൽ വലയിൽ നിന്ന് ഊരിപ്പോരും. ആൽബർട്ട് നൈസായിട്ട് പോയിട്ട് അതിൻ്റെ വാലിൽ കുടുക്കിയിട്ടുണ്ട്. കയറ് കെട്ടിയിട്ട് ഇപ്പം മുകളിലേക്ക് കൊടുക്കും. അങ്ങനെ നമുക്ക് അപ്പിയിൽ ഇത് ഇങ്ങനെ കൊളുത്തിയാണ്ട് എടുക്കണം. ജീവനോടെ ഉണ്ടായിരുന്നെങ്കിലും അത് അടുത്തെത്തി കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് നേരം പിടക്കലുണ്ടായിരുന്നെങ്കിലും വലയെ കുടുങ്ങി കിടക്കുന്നതിൻ്റെ പേരിൽ ഓവറായിട്ട് നിങ്ങൾക്ക് ഗിൽസ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ പ്രഷർ കൊടുത്ത് ഓക്സിജൻ്റെ അളവ് ആവശ്യാനുസരണം കിട്ടാണ്ടായി കഴിയുമ്പോൾ ഇതുങ്ങൾ മരിച്ചോണുണ്ട വലയിൽ കുടുങ്ങിയവനാണ്ട് അപ്പോൾ സൈസ് ഇല്ലാന്നാണ് വിചാരിച്ചത്. പക്ഷെ പൊക്കി കയറ്റും തോറും മീനിൻ്റെ സൈസ് നമുക്ക് മനസ്സിലായി വന്നില്ല. 19 കിലോ മേളിൽ ഭാരം ഉണ്ട്. അത്യാവശ്യം വലിപ്പമുണ്ടേന്. സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെകിള ചെറുതായിട്ട് ഇങ്ങനെ അനങ്ങണ കാണാൻ പറ്റും കേട്ടോ. ചത്തട്ടിലിട്ട് അങ്ങനെ നോക്കി അതിൻ്റെ വലിപ്പം നോക്കി. പടക്കണണ്ട. ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ബോട്ടിനകത്ത് ഞാൻ പോയേക്കണത് പണിക്കാരനായിട്ടല്ല, വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം പോയിരുന്നത്. സാധാരണ ബോട്ടിൽ പോയി വീഡിയോ എടുക്കണ പോലെ അല്ല കേട്ടോ ഇതിൽ വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവരെത്ര നേരം ഉറക്കം നിൽക്കണ്, ഇവരെത്ര നേരം വല പിടിക്കണ്, അത്രയും നേരം നമ്മളും ഉറക്കൊഴിച്ചിരുന്ന് നിൽക്കുന്നുണ്ട്. കാരണം ഏത് വലയിൽ ഏത് സെറ്റ് വലയിലായിരിക്കുള്ളൂ മീൻ മഞ്ഞൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇവർ പണിയെടുത്ത് കരയിച്ചെല്ലാം നേരത്ത് പൈസ കിട്ടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. പക്ഷേ നമ്മൾ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് പൈസ കിട്ടുമെന്നുള്ള ഡൗട്ട്ഫുള്ളാണ്.
സാധനം. 30 ദിവസം കഴിഞ്ഞ് വരാൻ നേരത്ത് വീഡിയോൻ്റെ ഇൻസൈറ്റ് എല്ലാം കുറയും. അത് യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അപ്പം ഇങ്ങനെയും കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട് കേട്ടോ. ബാക്കിയുള്ള എല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോന് ഒരു ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്. ₹1000 കോടി വില വരുന്ന ഈ കപ്പൽ മുഴുവനായി നമുക്കൊന്ന് ചുറ്റി കണ്ടാലോ? യെസ്, അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, ദ ഷിപ്പ് ടൂർ ഓഫ് എ മെഗാ ഹ്യൂജ് കണ്ടെയ്നർ ഷിപ്പ്. Hello everyone, it is Marvin here. വെൽക്കം ടു അനദർ വീഡിയോ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഷിപ്പിൻ്റെ ഏറ്റവും ഫ്രണ്ടിലെ ഫോർവേഡ് മെയിൻ ഡെക്കിലാണ്. നമ്മുടെ ഷിപ്പിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വേണ്ടി ഏറ്റവും സേഫായിട്ട് പോകാൻ പറ്റിയൊരു പാസേജ് വേ ആണ് ഈ മെയിൻ ഡെക്ക് ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ഈ മെയിൻ ഡെക്ക് ഏരിയയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയും. അതിൽ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്ന ഒന്നാണ് ഈ ലൈഫ് ബോയ്സ്. അതുപോലെ തന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്നതാണ് ഈ ഫയർ ഹോസ് ബോക്സുകൾ. അതിനകത്ത് നമുക്കൊരു നോസലും ഹോസും ഉണ്ടാവും. ഇത് ഒരു മൂറിങ് ബിറ്റാണ്. നമ്മൾ നോർമലി കപ്പൽ പോർട്ടിലൊക്കെ അടുപ്പിക്കുമ്പം നമ്മൾ ടഗ് നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി വരാറുണ്ട്. അതിൻ്റെ കയറാണ് നമ്മളിവിടെ സെക്യൂർ ചെയ്യുക. അത് പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാപ്സ്റ്റാൻ നമ്മൾ യൂസ് ചെയ്യാറ്. നമുക്ക് ഏകദേശം 300 മീറ്ററോളം നടക്കാനുണ്ട് നമ്മുടെ ഷിപ്പിൻ്റെ ഏറ്റവും ബാക്ക് ഭാഗമായിട്ടുള്ള ആഫ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ആൻഡ് ഈ 300 മീറ്ററിൻ്റെ ഇടയിലാണ് ഏകദേശം 15,000 മുതൽ 20,000 വരുന്ന കണ്ടെയ്നേഴ്സ് നമ്മൾ അട്ടിക്കട്ടിക്കായിട്ട് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി, നമ്മുടെ നാട്ടിലൊക്കെ ഒരു ലോറിയുടെ ബാക്കിലൊക്കെ ഉണ്ടാവുന്ന ഒരു കണ്ടെയ്നർ, അങ്ങനത്തെ ഏകദേശം 15,000 മുതൽ 20,000 വരുന്ന കണ്ടെയ്നേഴ്സാണ് നമ്മൾ അറ്റ് എ ടൈം ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. ഈ കാണുന്നതാണ് പൈലറ്റ് എംബാർക്കേഷൻ ലാഡർ. നമ്മൾ ഓരോ പോർട്ടിലൊക്കെ പോകുമ്പം അവിടെയുള്ള ലോക്കൽ പൈലറ്റ്സിന് നമ്മുടെ ഷിപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പൈലറ്റ് ലാഡർ എന്ന് പറയുന്നത്. അത് നമ്മൾ ലോവർ ചെയ്യും, എന്നിട്ട് റോപ്പ് ലാഡറും അതിന് കൂടെ അറ്റാച്ച് ചെയ്തിട്ട് അവർക്ക് എളുപ്പത്തിൽ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ ഡെക്കിലെ ഗാങ് വേ ഏരിയ അല്ലെങ്കിൽ അക്കോമഡേഷൻ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു യെല്ലോ ബോക്സ്, അത് സോപ്പ് അപ്പ് ബോക്സ് ആണ്. അതിനകത്ത് നമുക്ക് ഓയിൽ പൊല്യൂഷനൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, കൺട്രോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്യുപ്മെൻറ്റ്സ് ആണ് അതിനകത്തുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ മെയിൻ വർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞാൽ ഡെക്ക് വർക്ക്ഷോപ്പാണ്. ഇവിടെ അല്ലറ ചില്ലറ ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അല്ലറ ചില്ലറ ജോലിയൊക്കെ ചെയ്യാനും നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്യുക. പിന്നെ ടൂൾസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൻജിൻ റൂമൊന്നും ഇലക്ട്രീഷ്യൻ്റെ റീഫർ വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ മെല്ലെ ഇങ്ങോട്ട് അടിച്ചു മാറ്റും. അവരുടെ കയ്യിലാണെങ്കിൽ ആവശ്യത്തിലധികം ടൂൾസ് ഉണ്ട്. പക്ഷേ ജോലി ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണ എൻ്റെ ക്യാബിൻ ടൂറാണ്. അതായത് ഷിപ്പിൽ എൻ്റെ റൂമിൽ എന്തൊക്കെയുണ്ടെന്ന് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ക്യാബിലോട്ട് പോവാം. കടലിൻ്റെ അടിയിൽ കൂടെ ടൈമിങ് ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ടോക്കിയോ സ്റ്റേഷനോട് നമ്മൾ വിട പറയുകയാണ്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഞാനിവിടെ ടോക്കിയോയിൽ തകർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമ്മൾ പോകുന്നു ജപ്പാൻ്റെ നോർത്ത് സൈഡിലേക്ക്.
ഇത് ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോകുന്നവരുണ്ട്. ദൈവമേ, വിട്ടപ്പോൾ തന്നെ എന്ത് സ്പീഡാന്ന് നോക്കി, പ്ലാറ്റ്ഫോം പോലും കഴിഞ്ഞിട്ടില്ല. ഈ വിൻഡോയിൽ നമുക്ക് വിമാനത്തിലെ പോലെ തന്നെ കേട്ടോ, അത് നമുക്കിത് ഇങ്ങനെ താത്ത് വയ്ക്കാം. അതായത് ഭയങ്കര വെയിലാണെന്നുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ താത്ത് വയ്ക്കാം. ട്രെയിനിനകത്ത് ഫ്രീ വൈഫൈ ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഉടനീളം നമുക്കത് യൂസ് ചെയ്യാം. ഡിപ്പെൻസ് അപ്പോൺ ദ അവൈലബിലിറ്റി. നമ്മൾ വൈഫൈ സൈൻ ഇൻ ചെയ്യണം, എന്നിട്ട് നമ്മുടെ ഇമെയിൽ ID കൊടുക്കണം. ഇമെയിലൊരു ലിങ്ക് വരും, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് സ്പീഡൊക്കെ ഡിപ്പെൻസ് ആണ്. ഞാനിപ്പോൾ ചെക്ക് ചെയ്ത് 72 ആരംഭിക്കുന്നത്. റെയിൽവേ ലൈനുകൾ നിർമ്മിച്ച ശരിക്കും ഷിങ്കാൻസൻ ശരിക്കും ഈ നിർമ്മിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ചർച്ചകൾ 1930-കളിൽ തന്നെ ഇവിടെ ആരംഭിച്ചതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. 30-കൾ എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് സ്വാതന്ത്ര്യം പോലും കിട്ടിയിട്ടില്ല ആ സമയത്ത്. 40-കളുടെ തുടക്കത്തിൽ ശരിക്കും ടണലിംഗ് ജോലികൾ ആരംഭിച്ചതായിട്ടും പറയപ്പെടുന്നു. 1964 ഒക്ടോബർ മാസത്തിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ഒളിമ്പിക്സ് ജപ്പാനിൽ വെച്ച് നടക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് 1964 ഒക്ടോബർ 1 ജപ്പാനിൽ ആദ്യമായിട്ട് ട്രെയിൻ യാത്ര ഉദ്ഘാടനം ചെയ്തു. അതായത് ബുള്ളറ്റ് ട്രെയിൻ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 1964 ഞാനൊന്നും ജനിച്ചിട്ട് പോലും ഇല്ല ആ സമയത്ത്. ടോക്കിയോ മുതൽ ഒസാക്ക വരെയുള്ള ഒരു റൂട്ടിൽ തൊക്കൈഡോ ഷിൻകാൻസൻ എന്ന പേരിലുള്ള സർവീസാണ് ആദ്യമായിട്ട് ആരംഭിച്ചത്. അതാണ് ഫസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ ഇൻ ജപ്പാൻ. ഏകദേശം 7 മണിക്കൂറായിരുന്നു പണ്ട് ലിമിറ്റഡ് എക്സ്പ്രസ്, അതായത് സാധാരണ ട്രെയിനിന് ഈ റൂട്ടിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടി എടുത്തുകൊണ്ടിരുന്നത്. ഈ ബുള്ളറ്റ് ട്രെയിൻ വന്നതിന് ശേഷം ആ 7 മണിക്കൂർ എന്നുള്ളത് 3 മണിക്കൂറായിട്ട് ചുരുങ്ങി. അന്ന് 1964 ആ റൂട്ടിൽ ആരംഭിച്ച ഹൈസ്പീഡ് ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 285 km/h ആയിരുന്നു. 1964 285 km/h സ്പീഡിൽ ജപ്പാനിൽ ട്രെയിനുകൾ സർവീസ് ആരംഭിച്ചു. ആ ടൊക്കൈഡോ ഷിൻകാൻസൻ സർവീസ് ആരംഭിച്ചിട്ട് 12 വർഷം കഴിഞ്ഞപ്പോൾ 1 ബില്യൺ യാത്രക്കാർ ആ ട്രെയിനുകളിൽ സഞ്ചരിച്ചു എന്ന കണക്ക് അവർ പുറത്തുവിട്ടു. 1992 കൂടി ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ബുള്ളറ്റ് ട്രെയിൻ റൂട്ടായിട്ട് ഇത് മാറി. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ആ ഒരു റൂട്ട് നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്. അന്നേരം ഞാൻ ആ റൂട്ടിലെ സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോ ദിശയിലും 1 മണിക്കൂറിൽ ശരാശരി 25,000-ലധികം യാത്രക്കാർ സഞ്ചരിക്കുന്നു എന്നാണ് ഇവരുടെ കണക്കുകൾ നമ്മളോട് പറയുന്നത്. ആ ബുള്ളറ്റ് ട്രെയിനുകളോടുള്ള ജനങ്ങളുടെ സ്വീകാര്യത ഇവിടുത്തെ സർക്കാർ മുഖവിലക്കെടുത്തു. അതിനുശേഷം ഒക്കയാമ, ഫുക്കുവോക്ക, ഹിരോഷിമ, ക്യൂഷു അങ്ങനെ പല സ്ഥലങ്ങളിലേക്കും ജപ്പാന്റെ തലസ്ഥാനത്ത് നിന്നും ബുള്ളറ്റ് ട്രെയിൻ ശൃംഖല ഇവർ ആരംഭിച്ചു. 1987 ഈ ജപ്പാൻ നാഷണൽ റെയിൽവേ സ്വകാര്യവൽക്കരിച്ചു. ജപ്പാൻ നാഷണൽ റെയിൽവേ സ്വകാര്യവൽക്കരിച്ച് 7 വ്യത്യസ്ത കമ്പനികളായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. ഈസ്റ്റ് ജപ്പാൻ റെയിൽവേ കമ്പനി, വെസ്റ്റ് ജപ്പാൻ റെയിൽവേ കമ്പനി, സെൻട്രൽ ജപ്പാൻ റെയിൽവേ കമ്പനി, ഹൊക്കൈഡോ റെയിൽവേ കമ്പനി, ക്യൂഷു റെയിൽവേ കമ്പനി, ഷിക്കോക്കു റെയിൽവേ കമ്പനി, ജപ്പാൻ ഫ്രൈറ്റ് റെയിൽവേ കമ്പനി. ഫ്രൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സ് കൊണ്ടുപോകുന്നതിന് വേണ്ടി. അങ്ങനെ 7 വ്യത്യസ്ത കമ്പനികളായിട്ട് ഇത് സ്വകാര്യവൽക്കരിച്ചു. 5 ജപ്പാൻ റെയിൽവേ ഗ്രൂപ്പ് കമ്പനികളാണ് ഇപ്പോൾ ബുള്ളറ്റ് ട്രെയിനുകൾ സർവീസ് നടത്തുന്നത്. ഇനി നമുക്ക് ജപ്പാനിൽ ഏതൊക്കെ തരത്തിലുള്ള റെയിൽവേ ലൈനുകൾ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ലോക്കൽ ട്രെയിൻ ഉണ്ട്, പിന്നെ റാപ്പിഡ് ട്രെയിൻ ഉണ്ട്, പിന്നെ എക്സ്പ്രസ് ട്രെയിൻ ഉണ്ട്, ലിമിറ്റഡ് എക്സ്പ്രസ് ട്രെയിനുകളുണ്ട്, ഷിൻകാൻസൻ ട്രെയിനുകളുണ്ട്. ഇത്രയും റെയിൽവേ വ്യത്യസ്ത തരത്തിലുള്ള ട്രെയിനുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനകത്ത് തന്നെ ജപ്പാൻ റെയിൽവേ കമ്പനിയുടെ ട്രെയിനുകളുണ്ട്, പിന്നെ പ്രൈവറ്റ് റെയിൽ കമ്പനീസ് വേറെയുണ്ട്, പിന്നെ തേർഡ് സെക്ടർ ഗവൺമെൻറ് ആൻഡ് പബ്ലിക് റെയിൽവേ കമ്പനീസ് വേറെയുണ്ട്. ഇനി നമ്മൾ ഈ യാത്ര ചെയ്യുന്ന ഹയബൂസ എന്ന ഈ ട്രെയിനിൻ്റെ വിശേഷങ്ങൾ പറയണ്ടേ? ജപ്പാനിലെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് ബുള്ളറ്റ് ട്രെയിനാണ് ഹയബൂസ എന്ന് പറയുന്നത്. ഈസ്റ്റ് ജപ്പാൻ റെയിൽവേ കമ്പനിയും ഹൊക്കൈഡോ റെയിൽവേ കമ്പനിയും ഈ 2 കമ്പനികളാണ് JR-ന്റെ കീഴിലുള്ളതാണ്. ഈ 2 കമ്പനികളാണ് ഹയബൂസ സർവീസ് നടത്തുന്നത്. 2016 മാർച്ച് 26 മുതലാണ് ഈ സർവീസ് ആരംഭിക്കുന്നത്. 2009 മാർച്ചിൽ നിർത്തലാക്കിയ ലിമിറ്റഡ് എക്സ്പ്രസ് ട്രെയിനും ഹയബൂസ എന്ന പേരായിരുന്നു ഉണ്ടായിരുന്നത്. 1958 ഒക്ടോബർ 1 ടോക്കിയോയ്ക്കും കഗോഷിമയ്ക്കും ഇടയിലാണ് ഹയബൂസ എന്ന് പറഞ്ഞ പേരിൽ സർവീസ് ആരംഭിച്ചത്. അത് 2009 നിർത്തലാക്കിയത്. അന്ന് ഒരു സ്ലീപ്പിംഗ് കാർ കൺസെപ്റ്റിലുള്ളൊരു ട്രെയിനായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിനുശേഷം 2016 മാർച്ച് മാസത്തിലാണ് പുതിയ E5 സീരീസിലുള്ള ട്രെയിൻ സെൻറ്ററുകൾ സ്ഥാപിക്കുകയും അതിനുശേഷം 320 km/h വേഗതയിൽ വരെ സഞ്ചരിക്കാവുന്ന ഷിൻകാൻസൻ സർവീസുകൾക്ക് ഹയബൂസ എന്ന് പറഞ്ഞ പേര് ഇവർ നൽകി പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു. ആ ഫൈനൽ സമയത്ത് ആ ഒരു ഹയബൂസ, അതായത് നേരത്തെ ഉണ്ടായിരുന്ന ലിമിറ്റഡ് എക്സ്പ്രസ് ഉണ്ടല്ലോ പതുക്കെ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ഹയബൂസ അവസാനത്തെ ഒരു റണ്ണിൽ ഫ്യൂജിയിൽ എത്തുന്ന ഒരു ഫോട്ടോയൊക്കെ നമുക്ക് ഭയങ്കര വികാര നിർഭരമായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. നമ്മുടെ പുനലൂർ ചെങ്കോട്ട റൂട്ടിലൊക്കെ അവസാന സമയത്ത് ട്രെയിൻ ഓടിയ സമയത്ത് നമ്മളെല്ലാവരും പോയി ഫോട്ടോ എടുത്തതല്ലേ പല ആൾക്കാരും. അതേപോലെ തന്നെ ഇവർക്ക് ട്രെയിനുകൾ എന്ന് പറയുന്നത് ഭയങ്കര ജീവനായിട്ടുള്ളൊരു സംഭവമാണ്. ഈ ഹൈ സ്പീഡ് റെയിൽവേയുടെ കാര്യം പറയുമ്പോഴത്തേക്കിനും 2 തരത്തിലുള്ള ട്രെയിനുകളുണ്ട്.
ട്രെയിനുകളുണ്ട്. ഒന്ന് മാഗ്ലെവ് ട്രെയിനുകൾ, അതായത് മാഗ്നറ്റിക് ലെവിറ്റേഷൻ കൺസെപ്റ്റ് യൂസ് ചെയ്താണ് പ്രവർത്തിക്കുന്നത്. അതായത് നമ്മൾ സാധാരണ ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്കിനും പാളത്തിലൂടെ ചക്രങ്ങളിലൂടെ ഒഴുകുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ട്രെയിനുകളായിട്ടാണ് പറയുന്നത്. പക്ഷേ മാഗ്നറ്റിക് ട്രെയിൻ എന്ന് പറയുന്നത് ചക്രങ്ങൾക്ക് പകരം കാന്തങ്ങൾ ഉപയോഗിച്ച് വാഹനങ്ങളെ മുന്നോട്ട് നയിക്കാൻ കാന്തിക ലെവിറ്റേഷൻ ഉപയോഗിക്കുന്ന ഒരു പ്രൊപ്പൽഷൻ രീതിയാണ് മാഗ്ലെവ് ട്രെയിനുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാഗ്ലെവ് ട്രെയിനും ഹൈ സ്പീഡ് ബുള്ളറ്റ് ട്രെയിനും രണ്ട് തരത്തിലുള്ള ട്രെയിനുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജപ്പാനിലുള്ള എല്ലാം ഹൈ സ്പീഡ് ട്രെയിനുകളാണ്. അതിൽ ഹയബൂസയാണ് ഏറ്റവും സ്പീഡിൽ ഓടുന്ന ട്രെയിൻ. ഇതിൻ്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് 320 km/h വരെ എത്തും. പക്ഷേ നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് ടണലുകളും അതേപോലെ തന്നെ പല സ്ഥലങ്ങളിൽ സ്റ്റോപ്പും ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ സമയത്തും നമുക്ക് അത് ഓടിയെത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ടോക്കിയോയിൽ നിമിഷ നേരങ്ങൾ കൊണ്ട് ടോക്കിയോ ഔട്ട്സ്കേർട്സിൽ എവിടെയുള്ള ഒരു സ്റ്റേഷനിലേക്ക് ഒമിയ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലേക്ക് കൊണ്ട് വണ്ടി നിർത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ധാരാളം ആൾക്കാർ കയറുന്നുണ്ട് ട്രെയിനിലേക്ക്. മിക്കവാറും ഫുള്ളാവും, ഞാൻ പെട്ടിയൊക്കെ എടുത്ത് മാറ്റേണ്ടി വരും. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ബെൻഡോ, ജാപ്പനീസ് ബെൻഡോ. ഞാൻ വാങ്ങിച്ച സാധനം ഇതെങ്ങനെ കഴിക്കേണ്ടതല്ലേ നമുക്ക് നോക്കാം. തണുത്തോ? ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നുന്നത് ജാപ്പനീസ് സ്റ്റിക്കി റൈസാണ്. വലിയ വികാരമൊന്നുമില്ല. ഭാഗ്യം ചിക്കൻ കൊള്ളാം, അതുകൊണ്ട് കഴിക്കാം. ഞാനിപ്പോൾ പോകുന്നത് ടോക്കിയോന്ന് ഷിൻ ഹൊക്കാഡത്തോ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഹൊക്കാഡത്തോ ഹൊട്ടോക്കു എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമാണ്. അവിടേക്ക് ബൈ റോഡ് ടോക്കിയോയിൽ നിന്ന് പോകണമെന്നുണ്ടെങ്കിൽ 12 മണിക്കൂർ എടുക്കും. അതായത് 950 കിലോമീറ്റർ ഉണ്ട്. ഈ 12 മണിക്കൂർ എടുക്കുന്ന ആ ഒരു ബൈ റോഡ് പോകുന്ന യാത്ര നമ്മൾ ഈ ട്രെയിൻ എത്തുന്നത് കേവലം 4 മണി. Attention global buyers. This Christmas, head to Alibaba.com for Christmas sourcing inspiration on thousands of quality products. മണിക്കൂർ കൊണ്ടാണ്. ഈ 4 മണിക്കൂറിനിടയ്ക്ക് ഈ 900 കിലോമീറ്ററിൽ ആകെ ഉള്ളത് 4 സ്റ്റോപ്പാണ്. അതായത് നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ഹൈദരാബാദ് പോകുന്ന ദൂരം, അതാണ് 4 മണിക്കൂറിൽ എത്തുന്നത്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇവിടെ വേസ്റ്റ് നമ്മൾ ഇതിനകത്ത് കൊണ്ട് ഇട്ട്. ഇത് നമുക്ക് ട്രെയിനിലെ ടോയ്ലറ്റ് കാണണ്ടേ. ഇത് ട്രെയിനിലെ വാഷ് ബേസിനാണ്. ഇവിടെ കൈ വെച്ചാൽ മതി, വെള്ളം വരും. പിന്നെ ട്രെയിനിലെ ലേഡീസ് ടോയ്ലറ്റ് ആണ് ഈ കാണുന്നത്, ഉണ്ടോ? ലേഡീസ് ടോയ്ലറ്റ്. ഇത് മെൻസ് ടോയ്ലറ്റ് ആയിരിക്കണം. നമുക്കിത് ഓപ്പൺ ചെയ്യാം. വാവ്, എൻ്റെ പൊന്നെ, ഒരു ട്രെയിനിലെ മെൻസ് ടോയ്ലറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ബ്ലൈൻഡ് ആയിട്ടുള്ള ആളുകൾക്ക് ബ്രെയിലി ലിപിയിൽ ഇവിടെ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് ഡയപ്പർ ചേഞ്ച് ചെയ്യുന്ന സാധനം, ഒരു ചെറിയ വാഷ് ബേസിൻ, പിന്നെ ഒരു മിററുണ്ട്, പിന്നെന്താണ് ഇത് ഫ്ലഷ് ചെയ്യുന്ന സംഭവം. ഇതും നമുക്ക് ഈ പറഞ്ഞ പോലെ ഇവിടെ എല്ലായിടത്തും കാണുന്ന ഒരു ഇലക്ട്രോണിക് ടോയ്ലറ്റ് ആണ്. അത് എന്ത് നീറ്റാണ്, എന്ത് ക്ലീൻ ആണെന്ന് നോക്കുക. ഒരു ശകലം വെള്ളമുണ്ട് ഇവിടെ. എന്നാൽ നമുക്കിവിടെ വെള്ളമൊക്കെ കിട്ടും, സ്പ്രേ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എമർജൻസിക്ക് വേണ്ടി ഇത് ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇത് സീറ്റ് ക്ലീനറാണ്. ഇത് ട്രെയിൻ ബോക്സ് ആണ്, എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇടാനായിട്ട്. കണ്ടോ എത്ര നീറ്റാണെന്ന് നോക്കൂ ടോയ്ലറ്റൊക്കെ. കണ്ടിട്ട് കൊതിയാവുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ കണ്ടിട്ട് കൊതിയാവുന്നുണ്ട്. കാര്യസാധ്യത്തിന് ശേഷം ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തുറക്കും. ഇത് വീണ്ടും ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അടയും. അടേ ഇത് അടഞ്ഞ് ഉണ്ടാ. എന്തല്ലേ ഇത്, ഭയങ്കര സംഭവമൊന്നുമല്ല. പക്ഷെ ഒരു ട്രെയിനിൽ ഒരു ഇന്ത്യക്കാരൻ വന്നതൊക്കെ കാണുമ്പോൾ ഇത് ഭയങ്കര അത്ഭുതമൊക്കെ തന്നെയാണ്. പിന്നെ ഇപ്പുറത്തെ ഒരു യൂറിനലുണ്ട്, ഇത് കണ്ടോ. ഇത് മൂത്രം ഒഴിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള സ്ഥലം. 300 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ആ ഒരു ട്രെയിനിലെ ഫ്രണ്ടിലേക്ക് നമുക്കിനി നടന്നു പോകാം. ഞാനിപ്പോൾ ഉള്ളത് ഏറ്റവും പുറകിലാണ്. ഏറ്റവും പുറകിൽ നിന്ന് നമുക്ക് ഫ്രണ്ടിലേക്ക് നടന്നു പോകുമ്പോൾ എന്തൊക്കെയാണ് കാഴ്ചകൾ നമുക്ക് കാണാം. ട്രെയിനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള 2 വാതിലുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ ഭാഗമൊക്കെ ഇങ്ങനെയാണ്, നമുക്ക് പുറത്തേക്കൊന്നും കാണാനൊന്നും പറ്റത്തില്ല. അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട്. ഓട്ടോമാറ്റിക് ഡോറാണ്. ഇവിടെ നമുക്ക് വലിയ പെട്ടികളൊക്കെ വെക്കുന്നതിനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ കൊണ്ട് ഇതേപോലെ കെട്ടിയൊക്കെ വെക്കാം. ഞാൻ വെച്ചിട്ടില്ല, നമുക്ക് വേണമെങ്കിൽ വെക്കാം. അതൊക്കെ സേഫ് ആയിരിക്കും, ആരും എടുത്തുകൊണ്ട് പോകത്തൊന്നുമില്ല. കാരണം ഈ ട്രെയിൻ തന്നെ അവിടെ ഇവിടെ വല്ലപ്പോഴേ നിർത്തുള്ളൂ. ആകെ 4 സ്റ്റോപ്പേ ഉള്ളൂ ഈ 900 കിലോമീറ്റർ യാത്രയല്ലേ. അപ്പോൾ പിന്നെ വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് നടന്നിട്ട് വരാം. ഓട്ടോമാറ്റിക് സെൻസിങ് ഡോറാണ്. നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്കിനും തുറക്കും. തുറന്നില്ല എന്നുണ്ടെങ്കിൽ കൈ ഒന്ന് വെച്ചാൽ മതി, തുറന്ന് വരും. 2 ട്രെയിനുകൾ കൂട്ടിച്ചേർത്താണ് ആക്ച്വലി എൻ്റെ ട്രെയിൻ ഇപ്പോൾ പോകുന്നത്. അതിൽ ഒരു ട്രെയിൻ എവിടെയോ കൊണ്ടുപോയി നിർത്തുമ്പോഴത്തേക്കിനും അവിടെ നിന്ന് വിഭജിച്ച് വേറെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. നല്ല സ്പീഡാട്ടോ. നല്ല സ്പീഡിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും നല്ല ബുദ്ധിമുട്ടാണ് നടക്കാനായിട്ട്. വാവ്, ഇവിടെയുണ്ട്. ഈ 2 കോച്ചുകൾ കൂടുമ്പോഴാണ് നമുക്ക് ടോയ്ലറ്റുകൾ വരുന്നത്.
2 കോച്ച് കൂടുമ്പോൾ. ചില ട്രെയിനുകളിലൊക്കെ സ്മോക്കിംഗ് റൂം വരെ ഉണ്ട്. ഈ ട്രെയിനിലില്ല, പക്ഷേ ചില ട്രെയിനുകളിൽ സ്മോക്കിംഗ് റൂം ഉണ്ട്. അതായത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇരുന്ന് സിഗരറ്റ് വലിക്കാൻ പറ്റില്ല. സിഗരറ്റ് വലിക്കുന്ന ആളുകൾക്ക് അവിടെ ഒരു സെപ്പറേറ്റ് ഏരിയ ഉണ്ടാവും, ടോയ്ലറ്റിൻ്റെ ഏരിയ പോലത്തെ ഒരു സ്ഥലത്ത്. അവിടെ പോയിരുന്ന് സിഗരറ്റ് വലിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് സീറ്റ് സെലക്ട് ചെയ്യുന്ന സമയത്ത് സ്മോക്കിംഗ് റൂമിൽ വേണോ, സ്മോക്കിംഗ് റൂമിൻ്റെ അടുത്ത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഈ ട്രെയിനിൽ നിന്ന് യാത്ര ചെയ്യാൻ പറ്റില്ല, ഇരുന്ന് മാത്രമേ യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ. റിസർവ്ഡ് സീറ്റാണ്. പിന്നെ നിന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന ട്രെയിനുകളും ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ വന്നപ്പോഴത്തേക്കിന് ഇവിടെ എന്തോ ഒരു സംഭവം കണ്ടു. ഇത് മൾട്ടി പർപ്പസ് റൂം എന്നാണ് എഴുതിയിരിക്കുന്നത്. ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടോയ്ലറ്റാണ് ഇത്. കണ്ടോ, വീൽ ചെയർ കൊണ്ട് വന്ന് നിങ്ങൾക്ക് യാത്ര ചെയ്യാം. ഇതുപോലെ മൾട്ടി പർപ്പസ് ടോയ്ലറ്റുകളുണ്ട്. അത് കണ്ടോ, എത്ര സ്പേഷ്യസ് ആണെന്ന് നോക്കി. അത് നമുക്ക് യൂസ് ചെയ്യാം. ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ പ്രസ് ചെയ്താൽ മതി. കണ്ടോ, മൾട്ടി പർപ്പസ് ടോയ്ലറ്റ് എത്ര സ്പേഷ്യസ് ആണെന്ന് നോക്കൂ. രണ്ടാമത്തെ കോച്ചിൽ നിന്ന് നടന്ന് ഞാനിപ്പോൾ 6ാമത്തെ കോച്ചിലെത്തി. ഈ ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടണലിലൂടെ കയറിപ്പോവും. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലാക്ക് ആവുന്നത്. ഈ ട്രെയിനിലൂടെ എണീറ്റ് നടക്കുന്ന ഏക വ്യക്തി ഞാൻ മാത്രമാണ്. വേറെ ആരുമില്ല. എല്ലാവരും ബിസിയാണ്, ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ലാപ്ടോപ്പും വെച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാവരും നോക്കി, ഒരു 90% ആൾക്കാർ അങ്ങനെ. പിന്നെ വിമാനത്തിലെ ബിസിനസ് ക്ലാസ് സീറ്റുകൾ പോലെ തന്നെ ഇതിനകത്ത് ഗ്രീൻ കാർ എന്ന് പറഞ്ഞ എല്ലാ ബുള്ളറ്റ് ട്രെയിനുകളിലും ഒരു കോച്ചുണ്ട്. നമ്മുടെ സീറ്റ് തന്നെ ബിസിനസ് ക്ലാസ്സിനെക്കാട്ടി അടിപൊളിയാണ്. അപ്പോൾ ഗ്രീൻ കളർ എന്തായിരിക്കും, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. 2x2 ആയിരിക്കും. പിന്നെ അതിനകത്ത് ഫുഡ് സെർവ് ചെയ്യും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ വെൻഡിങ് മെഷീനുകൾ വരെ ഉള്ള ട്രെയിനുകളുണ്ട്. ഇതിനകത്ത് ഞാൻ അങ്ങോട്ടും നടന്നിട്ടൊന്നും കണ്ടില്ല. ചില ട്രെയിനുകൾ അതുണ്ട്. നമ്മളിപ്പോൾ പോകുന്ന റൂട്ട് ഞാൻ കാണിക്കാം. ഈ കാണുന്ന ടോക്കിയോ. ഈ ടോക്കിയോയിൽ നിന്ന് നമ്മൾ പോകാൻ പോകുന്നത് ജപ്പാൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ കാണുന്ന സ്ഥലത്തേക്കാണ്. അതായത് ഹക്കോഡത്തെ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഇവിടേക്കാണ് പോകുന്നത്. ഇവിടേക്ക് നമുക്ക് വണ്ടിയും കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കടലെടുക്ക് കണ്ടോ, ഈ കടലെടുക്ക് ഫെറി എടുത്ത് വേണം പോകാനായിട്ട്. ഇവിടെ പാലമില്ല. ഇതിലൂടെ ആകെ പോകുന്നത് ഈ ബുള്ളറ്റ് ട്രെയിൻ മാത്രമാണ്. ഇത് ഈ കടലിൻ്റെ അടിയിൽ കൂടെ പണിതിരിക്കുന്ന, അത്യാവശ്യം നല്ല ദൂരമുണ്ട്, ഇത് കാണുന്ന പോലല്ല, ഈ കടലിൻ്റെ അടിയിൽ കൂടെ പണിതിരിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ ടണലിലൂടെയാണ് ഈ പാലം പോകുന്നത്, ഈ ട്രെയിൻ പോകുന്നതും. അപ്പോൾ നമ്മളിപ്പോൾ വിട്ടിട്ട്, ഇപ്പോൾ 8:20 വിട്ടതല്ലേ, 8:20 വിട്ടിട്ട് 9:46 നമ്മളിപ്പോൾ ഈ സെൻഡായ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യും. ഈ ട്രെയിനിന് ആകെയുള്ള സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഈ സൈത്താമ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ സ്റ്റോപ്പില്ല. ഇനിയിപ്പോൾ സെൻഡായ് 2ാമത്തെ സ്റ്റോപ്പും. ഇനി സ്റ്റോപ്പുള്ളത് ഈ ഹച്ചിനോക്കയിലും പിന്നെ ഇവിടെ ആവമോറി എന്ന് പറഞ്ഞ സ്ഥലത്തും. ഇത്രയും സ്ഥലത്താണ് സ്റ്റോപ്പുള്ളത്. പിന്നെ നമ്മൾ കടലിനടിയിൽ കൂടെ പോയിട്ട് നമ്മൾ ഈ ഹക്കഡോത്തെ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. ഈ ഇത്രയും ദൂരമാണ് 4 മണിക്കൂർ 17 മിനിറ്റോടെ നമ്മൾ സഞ്ചരിച്ചെത്തുന്നത്. ഇനി ഈ ദൂരം നമ്മൾ ബൈ റോഡ് പോകണമെന്നുണ്ടെങ്കിൽ നോക്കിയേ എത്ര സമയം എടുക്കുമെന്ന്. പുറത്തെ കാലാവസ്ഥ 8 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് രാത്രി -2 വരെ പോകും. പുറത്ത് നോക്കി കണ്ടാൽ പറയും 8 ഡിഗ്രി ഉള്ളെന്ന്. ടോക്കിയോ ഒന്ന് കയറിയേക്കോളെ കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങും. എന്നിട്ട് ഇവിടെ നിന്ന് അടുത്ത ആൾക്കാർ വണ്ടിയിലേക്ക് കയറും. വലിയ തിരക്കില്ല, 1-2 പേരൊക്കെ കയറാനുള്ളൂ. അപ്പുറത്തെ ട്രാക്കിൽ മറ്റൊരു ഹൈബൂസ് കിടക്കുന്നുണ്ടോ. അങ്ങനെ മഞ്ഞ് പാടങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഫുൾ ഐസാണ് കേട്ടോ. എല്ലായിടത്തും സ്നോ വീണ് കിടക്കുകയാണ്. നോക്കി ആ പാടങ്ങൾ, ആ കൃഷിസ്ഥലങ്ങൾ മുഴുവൻ സ്നോ. അങ്ങ് മലയുടെ മുകളിലും സ്നോ ഉണ്ട് ചില സ്ഥലങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ സ്നോ ഇല്ല. കൃഷിസ്ഥലങ്ങൾ മൊത്തം സ്നോ വീണ് കിടക്കുന്നൊരു കാഴ്ച. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ. നമ്മളിപ്പം മൊറിയോക്ക എന്ന് പറഞ്ഞൊരു ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ട്രെയിൻ നിർത്തും. ഇവിടെ നിന്നും ഈ ബുള്ളറ്റ് ട്രെയിന് വേറെ ഏതോ ഭാഗത്തേക്ക് സ്പ്ലിറ്റായി പോകുന്നുണ്ട്. അങ്ങ് ദൂരെ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു മല നമുക്ക് കാണാൻ സാധിക്കും. വിൻ്റർ കഴിഞ്ഞ് ബാക്കിയുള്ള സീസണിലൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിറച്ച് പച്ചപ്പും ഹരിതാവയുള്ള ജപ്പാൻ കാണാൻ സാധിക്കും. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഇപ്പം മഞ്ഞാണ് കാണിക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ മൊത്തം ഐസായിരിക്കും, ഐസിൻ്റെ കളികളായിരിക്കും. ഈ ജപ്പാൻ എന്ന് പറയുന്നത് ഇന്ത്യ പോലെ തന്നെ. അതായത് ജപ്പാൻ്റെ നോർത്ത് ഭാഗത്ത് ഇതേപോലെ കൊടും തണുപ്പും ശൈത്യവും മഞ്ഞും. ഇപ്പം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ദിവസം ടോക്കിയോയിൽ ഒരു മീഡിയം ടെമ്പറേച്ചർ, ഒരു 2-നും 10-നും ഇടയ്ക്കുള്ള ഒരു സ്ഥലം. നേരെ മറിച്ച് അങ്ങ് സൗത്തിലേക്ക് പോകുമ്പോഴത്തേക്കിനും ഒക്കിനാവ എന്നൊക്കെ പറഞ്ഞ ഐലൻഡിലേക്കൊക്കെ പോകുമ്പോഴത്തേനും 15 മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള കാലാവസ്ഥ. ഈ ട്രെയിനിനാണെങ്കിൽ ഒരു ചെറുക്കോ അനക്കമോ ഒന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ വിമാനത്തിൽ പോകുമ്പോഴത്തേക്കിനും, വിമാനം ലാൻഡ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കിനും ചരിക്കത്തില്ലേ, അതേപോലെ ഒരു ചരിയലൊക്കെ ഫീൽ ചെയ്യും ചില സമയത്ത്. ഈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഗുണം എന്താണെന്നറിയോ, നമ്മൾ ടൈം ലാപ്സ് എടുക്കണ്ട, വെറുതെ ക്യാമറ ഉണക്കി ഷൂട്ട് ചെയ്താൽ മതി. ടൈം ലാപ്സ് പോലെ വരും വിഷൻ. അതാണ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഗുണം. ഇടയ്ക്കിടയ്ക്ക് എയർ ഹോസ്റ്റസിലേക്ക് ഒരാൾ ഇങ്ങനെ ഒരു ട്രോളി ഉരുട്ടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അതിനകത്ത് നിങ്ങൾക്ക് ശീതളപാനീയങ്ങൾ, വെള്ളം, ബിയർ, പിന്നെ
Bro, this is exactly why I'm hooked on One State RP. Vehicle with plate H123UT. 1 second, everything feels calm. Next second, it's pure chaos. Sirens, chases, crazy decisions, and every move actually matters here. You can be a cop, a criminal, a racer, tet, whatever fits your vibe. What are you talking about? It feels like a real city, not just a mobile game. If you're into action and freedom, Kyle, you need to try this. What's it to you? None of your business. With a fake license and secret passengers, you're in serious. ചായ കാപ്പി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കാം. വരുന്ന വഴിക്ക് മൊത്തം ടണലുകളാണ്, ഈ ഭാഗത്ത് മൊത്തം മലകളാണ്. അപ്പം നമ്മളിത് ആവമൂരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കടലിനടിയിൽ കൂടെ പോകാൻ പോകുന്നത്. ഇവിടെ ഫുള്ള് മഞ്ഞാണ്, ഫുള്ള് മഞ്ഞ് പെയ്ത് കിടക്കുക, ലഡാക്കിലൊക്കെ കാണുന്ന പോലെ. ഇതാണ് ബുള്ളറ്റ് ട്രെയിനിൻ്റെ ട്രാക്ക്. നോക്കി, ബുള്ളറ്റ് ട്രെയിൻ പോകുന്ന ട്രാക്ക്. സ്റ്റേഷനിലേക്ക് എത്തി, വണ്ടി നിൽക്കുന്നു. വണ്ടി ഇപ്പോൾ ഓൾമോസ്റ്റ് കാലിയാവും കേട്ടോ. കണ്ടോ, ഓമോരി സ്റ്റേഷനിലേക്ക് ആളുകളൊക്കെ ഇറങ്ങി. എൻ്റെ കോച്ച് കംപ്ലീറ്റ് കാലിയായിക്കൊണ്ടിരിക്കുക. ആകെ കുറച്ച് പേരേ ഉള്ളൂ, മുമ്പിലും പിന്നെ ഞാനും. ഇത് ഭയങ്കര എക്സ്പെൻസീവാണ് ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ടോക്കിയോയിൽ നിന്ന് ഞാൻ പോകുന്ന സ്ഥലം വരെ ശരിക്കുള്ള ഫെയർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ് 24,000 yen വരും. എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ഏകദേശം 12 ഏകദേശം 15,000 രൂപയ്ക്ക് അടുത്ത് വരും. ഒന്ന് ആലോചിച്ച് നോക്കി, ഫ്ലൈറ്റ് ഇതിലും ചീപ്പാണ്, വിമാനം ഇതിലും ചീപ്പാണ്. ഇത് എക്സ്പെൻസീവാണ് ബുള്ളറ്റ് ട്രെയിനുകൾ. പക്ഷേ എന്നാലും ഇതിനകത്ത് ആൾക്കാരുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ജപ്പാൻ റെയിൽവേ പാസ് എടുത്തിട്ടില്ലേ, ജപ്പാൻ റെയിൽവേ പാസ് എടുത്തിരിക്കുന്നതുകൊണ്ട്, JR പാസ് എടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്കിത് ഫ്രീ ആണ്. നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട. നമ്മൾ സാധാരണ കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കാനുള്ള പാസ്സാണ് എടുത്തിരിക്കുന്നത്. അതും 54,000 രൂപയാണ് ഞാൻ 14 ദിവസത്തേക്ക് കൊടുത്തിരിക്കുന്നത്. ഈ 54,000 രൂപ എന്ന് പറയുമ്പോഴത്തേക്കിന് ഞാൻ ടോക്കിയോ ഈ റൂട്ടിൽ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിയുമ്പോൾ തന്നെ 48,000 yen ആയില്ലേ. 54,000 yen എന്ന് പറയുമ്പോൾ 32,000 രൂപ. ഇതെങ്കിൽ ലാഭമല്ലേ. ഞാൻ ഇനി ഒത്തിരി യാത്ര ചെയ്യാൻ പോകുന്നുണ്ട് ജപ്പാനിലെ കുറേ സ്ഥലങ്ങളിലേക്ക്. ഹിരോഷിമയും ഒസാക്കയും കൊച്ചിയും ഒക്കെ പോകുന്നുണ്ട്. നമ്മൾ മുതലാക്കുമല്ലോ, നമ്മൾ മലയാളിയല്ലേ, നമ്മളൊരു പാസ് എടുത്ത് കഴിഞ്ഞാൽ അത് മുതലാക്കണ്ടേ. പണ്ട് BMTC ബസ്സിൽ നമ്മൾ ബാംഗ്ലൂരിലാണ് സമയത്ത് ഡെയിലി പാസ് എടുക്കുമായിരുന്നു. വോൾവോടെ 400 രൂപ 300 രൂപ എങ്ങാണ്ടായിരുന്നു. ഇത് നമ്മളൊരു പാസ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം യാത്രകൾ ഉണ്ടെങ്കിലല്ലേ നമ്മൾ പാസ് എടുക്കുന്നത്. ആൻഡ് ഈ JR പാസ് എന്ന് പറയുന്നത് ടൂറിസ്റ്റുകൾക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, ഇവിടെയുള്ള ആൾക്കാർക്ക് കിട്ടത്തില്ല. അത് നമ്മൾ ടൂറിസ്റ്റുകൾക്ക് ഇവർ തരുന്നൊരു പ്രിവിലേജാണ്. ഈ ഗൂഗിൾ മാപ്പിൽ ഇത് ഇങ്ങനെ കാണുന്നതാണ് ബുള്ളറ്റ് ട്രെയിനുകളുടെ ട്രാക്ക്. കണ്ടോ, ഈ ഒരു പാറ്റേണിൽ കാണുന്നത്. നിങ്ങൾക്ക് മാപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളത് ഇപ്പോൾ ഈ ടണലിൽ കൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ മലയാണെന്ന് തോന്നി, ഈ മലയൊക്കെ തുരന്നാണ് ടണലൊക്കെ പണിതിരിക്കുന്നത്. ഇനി നമ്മൾ ഈ സഞ്ചരിക്കാൻ പോകുന്ന, അതായത് ഇപ്പം ഈ 2 ദ്വീപുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്നത് കടലിനടിയിൽ കൂടെയുള്ള ടണൽ വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കടലിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. ആ സഞ്ചരിക്കാൻ പോകുന്ന ഒരു ടണലിൻ്റെ പേരെന്ന് പറയുന്നത് സെയ്ക്കാൻ ടണൽ എന്നാണ്. ജപ്പാനിലെ ഏറ്റവും വലിയ 2 ദ്വീപുകളാണ് ഹൊൻഷു ആൻഡ് ഹൊക്കോഡോ ഐലൻഡ്സ്. 1946 തന്നെ ഈ പ്രധാനപ്പെട്ട 2 ദ്വീപുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ സ്ഥിരമായ ഒരു മാർഗത്തിന് വേണ്ടിയുള്ള ആലോചനകളും ചർച്ചകളൊക്കെ ഇവിടെ നടത്തി തുടങ്ങി. പതിറ്റാണ്ടുകൾ നീണ്ട സർവേ നടപടികൾക്ക് നിർമ്മാണത്തിന് ശേഷം 1988 ഞാൻ ജനിച്ച വർഷം കേട്ടോ, 1988 സെയ്ക്കാൻ ടണൽ യാഥാർത്ഥ്യമാകുന്നത്. ലോകത്തിനടിയിൽ കടലിനടിയിലൂടെയുള്ള ആദ്യത്തെ ഏറ്റവും വലിയ വേൾഡ്സ് ലോങ്ങസ്റ്റ് ടണൽ എന്ന ഒരു പദവി അന്നേരം ഇതിന് ലഭിച്ചു. അപ്പോൾ ഒരു ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരും. ഈ തുരങ്കം വരുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഈ 2 ദ്വീപുകൾ തമ്മിൽ കണക്ടിവിറ്റി ഉണ്ടായിരുന്നതെന്ന്? കടത്ത് വള്ളങ്ങളും ചെറിയ ചങ്ങാടങ്ങളും അല്ലെങ്കിൽ ചെറിയ ഫെറി കപ്പലുകൾ വഴിയായിരുന്നു ഈ 2 ദ്വീപുകൾ തമ്മിൽ ആളുകൾ സഞ്ചരിച്ചിരുന്നത്. ഇപ്പോഴും നിങ്ങൾ വാഹനവുമായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഫെറി സർവീസ് യൂസ് ചെയ്യണം. ബൈ റോഡ് പോകാൻ പറ്റില്ല ഈ 2 ദ്വീപുകൾ തമ്മിൽ. നമുക്ക് ട്രെയിൻ മാർഗം അല്ലെങ്കിൽ നിങ്ങളുടെ കാറും കൊണ്ട് പോകണമെങ്കിൽ നിങ്ങൾ ഫെറിയിൽ കാറ് കയറ്റി പോകണം, അല്ലെങ്കിൽ നിങ്ങൾ കപ്പലിൽ ബോട്ടിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അല്ലാതെ സഞ്ചരിക്കണം. 1954 തോയാമാരു എന്നൊരു വലിയൊരു ചുഴലിക്കാറ്റ് ഇവിടെ അടിച്ചു. ആ സമയത്ത് 5 കടത്ത് വള്ളങ്ങൾ മുങ്ങുകയും 1500-ലധികം യാത്രക്കാർ മരണപ്പെടുകയും ചെയ്തു. ആ ഒരു സംഭവം വന്നതോടുകൂടി ഈ റൂട്ടിൽ ഒരു റെയിൽവേ ലൈൻ അത്യാവശ്യമാണെന്ന് ഇവിടുത്തെ സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ 1971 ഈ തുരങ്കത്തിന്റെ പണി ആരംഭിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി, 71 ഇത്രയും ആ കാലത്ത് പരിമിതമായിട്ടുള്ള ടെക്നോളജികളും മറ്റും ഉപയോഗിച്ച് ഇതുപോലൊരു തുരങ്കം ഇവർ നിർമ്മിക്കുകയാണ്. ഇതിന്റെ നിർമ്മാണ സമയത്ത് ഗുഹയ്ക്കുള്ളിൽപ്പെട്ടും അകപ്പെട്ടും വെള്ളപ്പൊക്കത്തിലും ഒക്കെ ആയിട്ട് കുറേ ആളുകൾ മരണപ്പെടുകയൊക്കെ ഉണ്ടായി. സ്വാഭാവികം മാത്രമാണ് ഇതൊക്കെ. ഏകദേശം 3300 ടൺ
സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചാണ് കടൽ തീരം തുരക്കാൻ വേണ്ടി സ്ഫോടനം നടത്തിയത്. ഏകദേശം $7 ബില്യൺ അതായത് യഥാർത്ഥ ബഡ്ജറ്റിൻ്റെ ഏതാണ്ട് 12 മടങ്ങ് ചെലവാക്കിയിട്ടാണ് 1988 മാർച്ചിൽ, അതായത് ഞാൻ ജനിച്ച വർഷം, ഞാൻ ജനിച്ച മാസം, ഞാനും 1988 മാർച്ചിലാട്ടോ ജനിച്ചത്, ഈ മാസം എൻ്റെ ബർത്ത്ഡേ ആണ്, 1988 മാർച്ചിൽ സൈക്കൻ ടണൽ തുറന്നത്. ഇന്ന് ഏകദേശം 50-ലധികം ചരക്ക് തീവണ്ടികളും 30 ഷിങ്കാൻസൻ ബുള്ളറ്റ് ട്രെയിനുകളും എല്ലാ ദിവസവും ഈ ടണലിലൂടെ കടന്നു പോകുന്നു. അതുകൊണ്ട് തന്നെയാണ് മണിക്കൂറിൽ 200 മൈൽ വേഗതയുള്ള ഹയബൂസ ട്രെയിൻ മണിക്കൂറിൽ 87 മൈൽ വേഗതയിൽ ഈ ടണലിലൂടെ പോകുന്നത്. അതായത് 87 മൈൽ വേഗതയിൽ മാത്രമേ ഈ ടണലിലൂടെ പോകാൻ സാധിക്കുകയുള്ളൂ, കാരണം ടണലിൻ്റെ സ്പീഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഈ സൈക്കാൻ ടണലിൻ്റെ ആകെ ദൂരം എന്ന് പറയുന്നത് 53.85 കിലോമീറ്ററാണ്. ഇതിൽ 23.3 കിലോമീറ്റർ ദൂരമാണ് സമുദ്രനിരപ്പിൽ നിന്നും 800 അടി താഴെയിലൂടെ പോകുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 800 അടി താഴെയാണ് ഈ 23.3 കിലോമീറ്റർ. ഈ സൈക്കാൻ ടണലിൻ്റെ പേരിലൊരു മ്യൂസിയം ഇതിൻ്റെ ഒരു അറ്റത്തുണ്ട്. അതേപോലെ തന്നെ സൈക്കാൻ ടണൽ പാർക്ക്, ഇതിൻ്റെ ഈ സൈക്കാൻ ടണലിലോട്ട് വണ്ടി കയറി പോകുന്നതും വണ്ടി ഇറങ്ങി വരുന്നതും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ആൾക്കാർ പല സ്ഥലത്തും ഈ റെയിൽ ഫാൻസ് ഒക്കെ കാത്തു നിൽക്കുന്നതായിട്ടൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. 2016 ഡിസംബറിൽ സ്വിറ്റ്സർലാൻഡിലെ ഗോഥാർഡ് ബേസ് ടണൽ തുറക്കുന്നത് വരെ, അതായത് മറ്റേ അവിടുത്തെ ആൽപ്സ് പർവ്വത നിരയുടെ അടിയിൽ കൂടെ ഒരു ഗോഥാർഡ് ബേസ് ടണൽ വന്നിട്ടുണ്ട്. ഇപ്പം അത് തുറക്കുന്നത് വരെ ലോകത്തിലെ ഏറ്റവും നീളമേറിയ റെയിൽവേ തുരങ്കമായിരുന്നു സൈക്കാൻ ടണൽ. അപ്പോൾ നമ്മളിപ്പോൾ കടലിൻ്റെ അടിയിൽ കൂടെയുള്ള ആ ടണലിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ടണലിൻ്റെ അടിയിൽ GPS കിട്ടുന്നില്ല, GPS കിട്ടുന്നേ ഇല്ല. പക്ഷേ ഫുൾ നെറ്റ്വർക്ക്, ഫുൾ റേഞ്ച്, ഞാൻ യൂട്യൂബിൽ അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ കാണാൻ എനിക്ക് അടിപൊളി, അത് ഭയങ്കര സംഭവം കേട്ടോ. And if you hear this song, then go on bend your back, go on bend your knees, baby, shake it to the max. Will the DJ please turn up the bass to the max? Please just rewind, let me shake it to the max. യെസ്, അങ്ങനെ ഫൈനലി നമ്മൾ ആ സൈക്കാൻ ടണൽ ക്രോസ് ചെയ്ത് നമ്മൾ ഇപ്പുറത്തെ ഐലൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഈ കാണുന്ന വഴികളൊക്കെ ക്രോസ് ചെയ്ത് കണ്ടു. അതായത് നമ്മൾ ഏകദേശം ഇവിടെ വെച്ചാണ് നമ്മൾ ടണലിൽ കയറിയത്. എന്നിട്ട് ഇത് മൊത്തം ടണലായിരുന്നു. ഇത് ഇവിടെ വന്നിട്ടാണ് നമ്മൾ ടണലിൽ നിന്ന് ഇറങ്ങുന്നത്. ഇത്രയും ദൂരം ടണലല്ല, ഇവിടെ മാത്രമല്ല ടണൽ വരുന്നത്. ഇനിയിപ്പോൾ നമ്മളിത് ഈ ഹക്കോഡത്തെ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നമ്മൾ ഇറങ്ങും. നമ്മുടെ ഷെഡ്യൂൾ പ്രകാരം 12:17 ഞാൻ ആ സ്റ്റേഷനിലെത്തണം. 12:17 നമുക്ക് എപ്പോൾ എത്തും നോക്കാം. അങ്ങനെ ഫൈനലി ഈ ട്രെയിനിൻ്റെ അവസാനത്തെ സ്റ്റോപ്പ് നമ്മളെത്തിയിരിക്കുകയാണ്. നമുക്ക് ഇതിലേ കൂടെ ഇറങ്ങാം. എല്ലാം എടുത്തല്ലോ അല്ലേ? എല്ലാം എടുത്തു, ഒന്നും മറന്നിട്ടില്ല. ഓക്കെ, എല്ലാം എടുത്തു. ലെറ്റ്സ് ഗോ ഔട്ട്. വാവ്, തണുപ്പായിരിക്കും, പണ്ടാര തണുപ്പായിരിക്കും. തണുപ്പാണോ എന്നൊക്കെ ചോദിച്ചാൽ ഓക്കെ. പുറത്ത് മഞ്ഞൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര തണുപ്പായിരിക്കും, പക്ഷേ അത്ര വലിയ തണുപ്പൊന്നുമല്ല. നമുക്ക് ആ ട്രെയിനിൻ്റെ മുമ്പിൽ പോയി ഒരു ഫോട്ടോ എടുക്കണ്ടേ? ഇത്രയൊക്കെ ആയില്ലേ?
അതിപ്പോൾ എടുത്തിട്ട് വരാം. അപ്പോൾ ബൈ ബൈ ഹയബൂസ. താങ്ക് യു സോ മച്ച് ഹയബൂസ. ഹയബൂസ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു, എന്തായാലും സൂപ്പറാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഞാനിവിടെ ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ നാളെ നമുക്ക് മറ്റൊരു ട്രെയിനിൻ്റെ വീഡിയോ ആയിട്ട് കാണാം. അതും ഒരു വെറൈറ്റി സംഭവമാണ്. നല്ല കിഡിലൻ വീഡിയോകളുമായിട്ട് നമ്മൾ ടെക് ട്രാവലി ചാനലിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണിക്ക് വരുന്നതായിരിക്കും. കൃത്യം 12 മണിക്ക് തന്നെ നമ്മൾ വരുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകളാണ് നമ്മളുടെ വിലയേറിയ പ്രോത്സാഹനം എന്ന് പറയുന്നത്. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, കമൻറ്റ് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ അഭിപ്രായങ്ങൾ. TV കാണുന്നവരൊക്കെ ഫോൺ എടുത്തുകൊണ്ട് കമൻറ്റ് ചെയ്യണം. See you tomorrow with another കിഡിലൻ വീഡിയോ. അതുവരേക്കും ബൈ ബൈ. വേസ്റ്റ് ബോട്ടിൽ